ഹലോ ഫ്രണ്ട്സ്, ഇത് ഒരു ഷോപ്പിംഗ് വീഡിയോ ആണ്. ഇവിടെ നമുക്ക് ബ്രെയിൻ ട്രീ വില്ലേജ് ഏകദേശം നമ്മൾ നിൽക്കുന്നിടത്ത് ഒരു 40-45 മിനിറ്റ്സ് ഡ്രൈവ് ചെയ്താൽ എത്തുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ ഏകദേശം യുകെയിൽ തന്നെ വളരെ ബ്രാൻഡഡായ എല്ലാ ഷോപ്പിൻ്റെയും ഔട്ട്ലെറ്റ് ഉള്ള ഒരു വില്ലേജാണ്. നമ്മൾ ഔട്ട്ലെറ്റ് വില്ലേജ് പോകുന്നത് മെയിൻലി ആയിട്ട് നമുക്ക് സാധാരണ കോസ്റ്റിനെക്കാട്ടും കുറച്ച് വില കുറച്ചിട്ട് നമുക്ക് സാധനങ്ങൾ വാങ്ങാൻ കിട്ടും. പിന്നെ ഇത്രയും സാധനങ്ങൾ ഒരുമിച്ച് വാങ്ങാനും കഴിയും. കാരണം പല ഷോപ്പിൻ്റെ തന്നെ ഔട്ട്ലെറ്റ് ഒരുമിച്ചാണ് നമുക്കുള്ളത്. പിന്നെ നമ്മൾ ഇപ്രാവശ്യം മെയിനായിട്ട് പോകാൻ കാരണം യാദവിനും മൊത്തക്കൊരു ഓരോ ഷൂ വാങ്ങാനായിരുന്നു കേട്ടോ. അങ്ങനെ നൈക്കിൻ്റെ ഷൂ വാങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ നൈക്കിൻ്റെ ഔട്ട്ലെറ്റിലാണ് ഫസ്റ്റ് തന്നെ കയറിയത്. അവിടെ നിന്ന് നമ്മൾ 2 ഷൂ എടുത്തു. മമതക്കുട്ടിക്ക് ഒരു യൂണിഫോം ഷൂവും യാദവിനൊരു കളർ ഷൂ ആണ് എടുത്തത്. പിന്നെ നമ്മൾ അവിടുന്ന് കുറേ നോക്കി ഇവർക്ക് ഇഷ്ടമുള്ള 2 ഇവരെ സൈസിന് കണക്കായിട്ട് എടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് അങ്ങ് നടക്കാൻ ഇറങ്ങിയായിരുന്നു. കുറച്ച് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും വാങ്ങാനുണ്ടായിരുന്നില്ല. എന്നാലും ഔട്ട്ലെറ്റിൽ വന്നാൽ കുറച്ച് കടയിൽ കയറി നോക്കുക. ഡ്രസ്സിനെല്ലാം ഓഫേഴ്സ് ഉണ്ടാകും. കാരണം ഇപ്പോൾ സമ്മർ തീരാൻ പോകുന്നത് കൊണ്ട് നമ്മൾ കൂടുതലായിട്ടൊന്നും വാങ്ങിയിട്ടില്ല. കാരണം നമുക്കിനി വിൻ്ററിൻ്റെ സാധനങ്ങളാണ് വേണ്ടത്. ഈ ഔട്ട്ലെറ്റ് പോകുമ്പോൾ നമുക്ക് നോർമൽ പ്രൈസിനെക്കാട്ടിയും എപ്പോഴും അവിടെ ഒരു 50%-ഓ 70%-ഓ ഓഫർ ഉണ്ടാവും. അതുകൊണ്ടാണ് കൂടുതൽ ഔട്ട്ലെറ്റിൽ ഇങ്ങനത്തെ ഓഫേഴ്സ് അവൈലബിൾ ആയതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വന്നത്. പിന്നെ ആസ് യൂഷ്വൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയാലും ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ലിൻറ്റിൻ്റെ ഫാക്ടറി അവിടെയുണ്ട്. ഫാക്ടറി അല്ല, മെയിൻ ഔട്ട്ലെറ്റ് അവിടെയുണ്ട്. അവിടെ കുറേ ചോക്ലേറ്റിൻ്റെ ഓഫേഴ്സ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്രാവശ്യം കണ്ടത് അവിടെ ഒരു ഡയറി മിൽക്കിൻ്റെ ഔട്ട്ലെറ്റും കൂടി ഓപ്പൺ ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് ചോക്ലേറ്റും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഡയറി മിൽക്കിൻ്റെ നമ്മൾ ഹോട്ട് ചോക്ലേറ്റ് ഡ്രിങ്ക്സ് ആണ് കുടിച്ചിട്ടുള്ളത്. സാധാരണ നമ്മൾ ഇപ്സിവിച്ച് കിട്ടുന്ന കാട്ടിയും കുറച്ചും കൂടി കുറച്ച് പൈസ കുറവാണെന്ന് തോന്നുന്നു. കാരണം നമ്മൾ അങ്ങനെ ചോക്ലേറ്റ് കൂടുതൽ വാങ്ങാറില്ല. ഇതിപ്പം നമുക്ക് വലിയ ബാഗും വലിയ KGs കണക്കിനാണ് അവിടെ ചോക്ലേറ്റ്സ് എല്ലാം നമുക്ക് കിട്ടുക. അതുകൊണ്ട് അങ്ങനെ കമ്പയർ ചെയ്യാൻ എനിക്കറിയത്തില്ല കേട്ടോ. പിന്നെ സൺഗ്ലാസസ് അവൈലബിൾ ആണ്. അതിൻ്റെ ബ്രാൻഡ് ഉണ്ട്. പിന്നെ പല തരത്തിലുള്ള ഡ്രസ്സ് നമ്മൾ ഇതുവരെ കേൾക്കാത്ത പല ടൈപ്പ് ഡ്രസ്സും എൻ്റെ ബ്രാൻഡഡ് ഔട്ട്ലെറ്റ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഈ ബ്രെയിൻ ട്രീ നിങ്ങളെ വീട്ടിൻ്റെ അടുത്താണെങ്കിൽ ഒന്ന് വന്ന് നോക്കുക. അതുകൂടാതെ തന്നെ ഇത് നമുക്ക് കാർ പാർക്കിങ് ഫ്രീ ആണ്. നമ്മൾ കാർ പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ നമുക്ക് TK Maxxും സ്പോർട്സ് ഡയറക്റ്റും അങ്ങനെ പല ഷോപ്പുകളും ഈ ഒരു ബ്രെയിൻ ട്രീ വില്ലേജിന് ചുറ്റും നമുക്ക് കാണാവുന്നതാണ് കേട്ടോ. പിന്നെ അതുകൂടാതെ തന്നെ ഇവിടെ ഒരു ബ്യൂട്ടി ഔട്ട്ലെറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. അവിടെ എല്ലാ ബ്യൂട്ടി പ്രൊഡക്റ്റും ഉണ്ട്. ബ്രാൻഡഡും നോൺ ബ്രാൻഡഡും ആയ എല്ലാ പ്രൊഡക്റ്റും ഉണ്ട്. വളരെ ചീപ്പായ പ്രൈസിലാണ് കേട്ടോ ഞാൻ കണ്ടത്. കാരണം ഞാൻ ഇപ്സിവിച്ചിനെ കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് വളരെ ചീപ്പായിട്ടാണ് തോന്നിയത്. എനിക്കിതിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയത്തില്ല. ഞാൻ ഇത് കൂടുതലായിട്ടൊന്നും വാങ്ങിയിട്ടില്ല. കാരണം നമ്മൾ ഇപ്രാവശ്യം നാട്ടിൽ പോയി വന്നതുകൊണ്ട് എൻ്റെ അടുത്ത് ഒരുവിധം പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് വാങ്ങിയിട്ടില്ല. പക്ഷേങ്കിൽ ആസ് കമ്പയർ ടു ഇപ്സിവിച്ചും ഇതൊരു ഔട്ട്ലെറ്റാണ്. അന്നേരം ഇതിൻ്റെ ആക്ച്വൽ പ്രൈസും ഓഫർ പ്രൈസും കൃത്യമായിട്ട് അവർ അതിൽ തന്നെ എഴുതിയിടുന്നുണ്ട്. അങ്ങനെ എല്ലാ സ്ഥാപനം മീൻസ് എല്ലാം നമുക്ക് ഈ ബ്രെയിൻ ട്രീ വില്ലേജിൽ വന്നാൽ നമുക്ക് എല്ലാം ഒരുമിച്ച് കിട്ടും. ഡ്രസ്സ് ആയിക്കോട്ടെ, ഷൂസ് ആയിക്കോട്ടെ, ആക്സസറീസ് ആയിക്കോട്ടെ, ബ്യൂട്ടി പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, അങ്ങനെ എന്നതില്ല എല്ലാം കിട്ടുന്നൊരു വില്ലേജാണ്. പറ്റുമെങ്കിൽ എല്ലാവരും വന്നിട്ടൊന്ന് കാണുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.